പക്ഷേ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ, ഓലൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പോരണേ പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അവൻ പറഞ്ഞാടെ നിൽക്കട്ടെ, ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കട്ടെ, ജനങ്ങളോട് പറയാനില്ലെന്ന് പറഞ്ഞു കഴിയട്ടെ, അപ്പൊ നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ? ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല, പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിന്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും. യാതൊരു തർക്കമില്ല. അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സത്യസന്ധമായി മനസ്സിലാക്കണം. എന്തിനിത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എന്തിനിത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എനിക്കെന്ത് ലാഭം? ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കൾ ഉണ്ടാക്കി ഞാൻ LDFിലാവുന്നു. സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ച് തേച്ചു നിയമസഭയിൽ പുറത്തും. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ സ്വത്തും മുതലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിലെത്തി ഓരോന്ന് ഊരി എടുത്ത് പോരാണ്. ഇപ്പോ കക്കാടംപൊയിൽ പാർക്കിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താ 3 ദിവസം. പറയും നമുക്ക്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് അവസാനം അന്വേഷണം നടത്തിയത്. ഈ രാജ്യത്തെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവസാനത്തെ അതോറിറ്റി. അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി മാസങ്ങളോളം. പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അവർ പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല, അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ അവിടെ ചില റീറ്റെയിൻ വാളുകൾ കെട്ടണം. പൂളിന്റെ താഴെ ഭാഗത്ത് 8 മീറ്ററും 10 മീറ്ററും ഉയരത്തിൽ 10ഉം 25 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങൾ. അതാണ് അവർ കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NITയിലെ എഞ്ചിനീയർമാർ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. കോപ്പി ടു CM. ഞാനിങ്ങനെ വരച്ചെങ്കിലും എനിക്കിത് വരുള്ളൂ. എന്റെ എത്ര ലക്ഷം എത്ര കോടിന്റെ പ്രോപ്പർട്ടിയാ നിങ്ങൾക്കറിയാം. ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ചു പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം.